ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ടോൾ പ്ലാസ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സരീഷ് ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, ടോൾ പിരിവ് നിർത്തലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇതിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ടോൾ പ്ലാസയിലേക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സംഘർഷത്തിലേക്ക് കടക്കുകയും പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ട അവസ്ഥയിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നിലവിൽ എങ്ങനെയാണ്? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ. 12:30 ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത്. പാലിയേക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടോൾ പ്ലാസയ്ക്ക് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടയാൻ ശ്രമിച്ചതെങ്കിലും ഇതെല്ലാം ഭേദിച്ച് പ്രവർത്തകർ 250ഓളം വരുന്ന പ്രവർത്തകർ ടോൾ പ്ലാസയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അതിനുശേഷം ടോൾ പ്ലാസയിലെ ബൂത്തുകളെല്ലാം തുറന്ന് വാഹനങ്ങൾ കടത്തിവിടുകയും ഒപ്പം തന്നെ വാഹനങ്ങളെ നിയന്ത്രിക്കാനായി അവിടെ വെച്ചിരുന്ന വീപ്പകൾ കയറിൽ കെട്ടിയ വീപ്പകളും അതുപോലെ തന്നെ ഓഫീസിൽ മുമ്പ് ചെടിച്ചട്ടികളും എല്ലാം വലിച്ചെറിഞ്ഞ പ്രവർത്തകർ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചതോടെ പോലീസ് തടയുകയും ഒപ്പം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയുമായിരുന്നു. നിലവിൽ എല്ലാ പ്രവർത്തകരും ഒന്നിച്ചു തന്നെ ടോൾ പ്ലാസയുടെ ഓഫീസിലേക്കാണ് കയറാൻ ശ്രമിച്ചത്. ഇത് പോലീസിനെ അവരെ തടയാൻ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വന്നു. കാരണം അതൊരു ചെറിയൊരു ഭാഗമായിരുന്നു. ആ ഭാഗത്ത് എല്ലാവരും കൂടി എത്തിയപ്പോൾ പോലീസിനും അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പ്രവർത്തകർ രണ്ടുപേര് ടോൾ പ്ലാസയുടെ ഓഫീസിലേക്ക് കയറി. ഒപ്പം തന്നെ അവരെ ബലം പ്രയോഗിച്ച് പോലീസ് പുറത്തിറക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരെല്ലാം ചേർന്ന് ടോൾ പ്ലാസയുടെ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. ഉപരോധ സമരം ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അവരുടെ ഉപരോധ സമരങ്ങളെല്ലാം അവിടെ മുദ്രാവാക്യം മുഴക്കിയും അവർ ഒരു അരമണിക്കൂറോളം ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ ഉപരോധ സമരം നടത്തി. ആ സമയമെല്ലാം ടോൾ പ്ലാസയിലെ വാഹനങ്ങൾ പ്രവർത്തകർ കടത്തിവിടുന്നതായിരുന്നു. ഇത്തരത്തിൽ ഒരു മാർച്ച് കഴിഞ്ഞ ദിവസമെല്ലാം പല സംഘടനകളും ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ടോൾ പിരിവ് നിർത്തിവെക്കുക എന്നതാണ് പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ദേശീയപാതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടിപ്പാതകളുടെ നിർമ്മാണം മൂലം നിരവധി ഗതാഗതക്കുരുക്കുകളും ജനജീവിതം അതുപോലെ തന്നെ വാഹനയാത്രകൾ കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് മാസങ്ങളായി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതേ തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ദേശീയപാതയിലൂടെ ടോൾ നൽകി വാഹനയാത്രികർ ഒരുപാട് ബുദ്ധിമുട്ടി കടന്നു പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിനെതിരെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ഇന്നോ നാളെയായിട്ട് ആ കേസ് പരിഗണിക്കും. അതിനിടയിലാണ് ശക്തമായ പ്രതിഷേധവുമായി പല സംഘടനകളും ഇത്തരത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ച് നടത്തുന്നതിന് പ്രധാന കാരണമായി പറയുന്നത് ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുക, ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി സുഗമമായ യാത്ര സുഗമമാക്കുക, അതുപോലെ തന്നെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കുക. കാരണം ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ആ സമയം അത്രയും ടോൾ പിരിവ് നിർത്തിവെച്ച് യാത്രക്കാരുടെ ദുരിതത്തിൽ പരിഹാരം കാണണമെന്നുള്ള ഒരു പ്രധാന ആവശ്യമാണ് പല സംഘടനകളും ഉന്നയിക്കുന്നത്. അതിൽ തുടർന്നുള്ള മാർച്ചും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ടോൾ പ്ലാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ഇത് തന്നെയായിരുന്നു പ്രധാന ആവശ്യം. ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. പോലീസിന്റെ ഇടപെടലും അതുപോലെ തന്നെ പ്രവർത്തകരെ അതിനേപ്പിച്ച് വിടാനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടെ കാണാമായിരുന്നു. കാരണം അത്രയേറെ മുൻപുള്ള പ്രതിഷേധങ്ങളെല്ലാം ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ഈ മാർച്ച് പോലീസിനെ മഴയെ ഭേദിച്ച് ടോൾ പ്ലാസയിലേക്ക് ഒന്നടങ്കം എത്തുകയായിരുന്നു. സരീഷ്, നമുക്കറിയാം ടോൾ പ്ലാസയിലേക്ക് ടോൾ പിരിവ് നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നു. ആ ദിവസം ടോൾ പിരിക്കാത്ത ഒരവസ്ഥ, സമരം കഴിഞ്ഞാൽ വീണ്ടും ടോൾ പിരിക്കുന്ന ഒരു അവസ്ഥ. നേരത്തെ സരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി പോലും ഇടപെട്ട ഒരു സംഭവമാണ് ദേശീയപാതയിലെ റോഡുകളുടെ അവസ്ഥ അല്ലെങ്കിൽ ദേശീയപാതയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കുന്ന കാര്യത്തിലും ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം കേസ് എടുത്തപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ കേസ് പരിഗണിക്കുന്ന ഒരു സമയത്തേക്ക് വരുമ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടോൾ പിരിവ്
നിർത്തുക എന്നൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? ശാശ്വതമായൊരു പരിഹാരം ആളുകൾക്ക് പ്രതീക്ഷിക്കാമോ? എനിക്ക് നിലവിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മുൻപ് ജില്ലാ കളക്ടർ ഇടപെട്ട് ഒരു ദിവസം ടോൾ പിരിവ് നിർത്തിവെച്ചിരുന്നു. അതുപോലെ തന്നെ അത് സർക്കാർ ഇടപെട്ട് അത് മാറ്റി വീണ്ടും ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇത്തരത്തിൽ നിരവധി ഹർജികൾ ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രാ ദുരിതം അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹൈക്കോടതി നിരവധി തവണ ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ തുക ടോൾ നൽകി പോകുന്ന യാത്രക്കാർക്ക് മണിക്കൂറുകളോളം കുരുക്കിലകപ്പെട്ട് കാത്തുകിടക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഈ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിനൊരു പരിഹാരം ദേശീയപാതയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ദേശീയപാത അതോറിറ്റി യാതൊരു വിധത്തിലും അവര് ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവർ മുൻപ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം പോലും ഇതുവരെ ദേശീയപാതയിൽ അവർ ഒരുക്കിയിട്ടില്ല. കാരണം സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുള്ള വീഴ്ച എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിലവിൽ 5 സ്ഥലങ്ങളിലാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. അത് ഒരേ സമയത്ത് തന്നെയാണ് ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. ഇത് പല അടിപ്പാതകളുടെ നിർമ്മാണം പാതി വഴിയിൽ എത്തി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതാണ് ഈ ഗതാഗതക്കുരുക്ക് കാരണമായി കാണുന്നത്. ഒപ്പം തന്നെ ദേശീയപാതയിൽ ശക്തമായ മഴ ആരംഭിച്ചതോടെ ഉണ്ടാകുന്ന കുഴികളും അതുപോലെ തന്നെ അടിപ്പാതകൾ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾക്ക് പതിയെ കടന്നു പോകേണ്ട സാഹചര്യമാണ്. അതും ഒരു ഗതാഗതക്കുരുക്കിന് വലിയൊരു കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു രൂക്ഷമായ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെയാണ് ദേശീയപാത അതോറിറ്റിയും അതുപോലെ ടോൾ കരാർ സമിതിയും മുന്നോട്ട് പോകുന്നത്. യാതൊരുവിധ ഒരു സാഹചര്യവും അനുകൂല സാഹചര്യവും ജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഒന്നും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നോ അതോ ടോൾ കമ്പനിയുടെ ഭാഗത്തുനിന്നോ അതുപോലെ അടിപ്പാത നിർമ്മാണ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ ഇനി ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ അത് ശക്തമായ ഇടപെടൽ ഉണ്ടാകും, ഒരു ഉത്തരവുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും യാത്രക്കാരും നാട്ടുകാരും. ശരി, എന്തായാലും ടോൾ പിരിവ് നിർത്തലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ സംഘർഷമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. വിവരങ്ങളാണ് സരീഷ് നൽകിയത്.